സർ, രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണം, അതുപോലെ തന്നെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച വിവിധ തരത്തിലുള്ള രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും ആരോപണങ്ങൾ അതൊക്കെ നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തലുകളും ഒക്കെ വരുത്താൻ ഇനി മുതൽ ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ നൽകണം എന്ന ഒരു പുതിയ പരിഷ്കാരം കൊണ്ടുവന്നിരിക്കുന്നു. ഒരൊറ്റ ചോദ്യം അശോക് സാർ, രാഹുൽ ഗാന്ധിക്ക് വഴങ്ങുകയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? രാഹുൽ ഗാന്ധിക്ക് വഴങ്ങുകയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹം പറഞ്ഞതിൻ്റെ അകത്ത് കാര്യമുണ്ടെങ്കിൽ വഴങ്ങുന്നതിൽ എന്താണ് തെറ്റ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനാധിപത്യത്തെയും വോട്ടേഴ്സിനെ ചേർക്കുന്ന പ്രക്രിയയെല്ലാം സഹായിക്കുന്നു എന്നാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇലക്ഷൻ കമ്മീഷനെ പോലെയുള്ള ഒരു ഗവൺമെന്റ് ഓഫീസ് ഈഗോയുടെ പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുമ്പോഴും രാഷ്ട്രീയക്കാര് അത് എടുത്ത് ഉപയോഗിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെയുള്ള ചില നിഗമനങ്ങൾ അല്ലെങ്കിൽ ചില അലങ്കാരങ്ങൾ ഇത്ര സ്ഥാപനങ്ങൾക്ക് വരും. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ അകത്ത് നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതിലെ കാതലായ വിഷയം എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടേഴ്സ് പട്ടികയിൽ അനധികൃത വോട്ടർമാർ, അനധികൃതം എന്നല്ല, ഡ്യൂപ്ലിക്കേഷൻസ്, പിന്നെ അതുപോലെയുള്ള മരിച്ച വോട്ടർമാർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വോട്ടർ പ്രക്രിയയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വേഴ്സായിട്ട് ഇഫക്റ്റ് ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ്. വോട്ടർമാരുടെ ഇരട്ടിപ്പ്, അതാണ് വോട്ടർമാരുടെ ഇരട്ടിപ്പിനെയാണ് വോട്ട് ചോരി എന്ന് പറയുന്നത്. ഇപ്പം 2 ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ, അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇവിടുത്തെ അതിഥി തൊഴിലാളികൾക്ക് ബംഗാളിലും കേരളത്തിലും 2 സമയത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ സംഭവിക്കുന്ന പറഞ്ഞാൽ 2 സ്ഥലത്തും വോട്ട് ചെയ്യാൻ പറ്റും. അതാണ് കാണുന്നത്. നമുക്ക് ഒരാൾ വോട്ട് ചെയ്തോ എന്നറിയാനായിട്ട് അയാളുടെ വിരൽത്തുമ്പിൽ പതിക്കുന്ന ഇൻഡിവിജ്വൽ ഇങ്ക്, അതിന്റെ മാർക്കിംഗ് ആണ്. അതൊക്കെ തുടയ്ക്കാനുള്ള പണിയൊക്കെ ഈ ഇരട്ടിപ്പ് വോട്ടുകൾ ചേർക്കുന്ന രാഷ്ട്രീയക്കാർക്കൊക്കെ അറിയാം. പിന്നെ ഈ സ്ഥാപനത്തിന്, ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അതില് വോട്ടർമാരെ ചേർക്കുന്നത് ഗവൺമെന്റ് സർവൻസ് ആണ്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് ഈ വോട്ടർമാരെയൊക്കെ ചേർക്കുന്നത്. അവര് ചേർത്ത് കൊണ്ടുവരുന്ന ഇതിൻ്റെ അകത്താണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വോട്ടരട്ടിപ്പ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ കാണുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ഷൻ കമ്മീഷൻ ആ വോട്ടരട്ടിപ്പ് അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം, അതായത് തീവ്ര വോട്ടർ പരിഷ്കരണ സ്കീം, അത് ബീഹാറിലാണ് ആദ്യം ആരംഭിച്ചത്. അപ്പോഴാണ് ഈ വോട്ട് ചോരി എന്ന് പറയുന്ന വിഷയം രാജീവ് ഗാന്ധി മുന്നോട്ട് എടുത്തു വെച്ചത്. അവിടെ നിന്ന് 45, ബീഹാറിൽ നിന്ന് 45 ലക്ഷത്തോളം വോട്ടർമാരെ ഒഴിവാക്കി. ഇപ്പൊ അദ്ദേഹം അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇപ്പോൾ രാജീവ് ഗാന്ധി പറയുന്ന വിഷയം എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഇരട്ടിപ്പ് വോട്ടുകൾ ചേർക്കുന്നതില് ഒരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ കൊണ്ടുവന്നിരിക്കുന്ന നിയന്ത്രണം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ആധാർ കാർഡിലുള്ള ഫോൺ നമ്പർ, ബാങ്ക് അക്കൗണ്ടുമായിട്ട് ആധാർ കാർഡിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ ഇതിൽ ചേർക്കണം. വോട്ടർ പട്ടികയിൽ ഓൺലൈനിൽ അപേക്ഷിക്കുമ്പോൾ അതായിരിക്കും ചേർക്കേണ്ടതെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. അതിൻ്റെ അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ അതിനെ പരിഹസിക്കുകയാണോ വേണ്ടത്, സ്വാഗതം ചെയ്യുകയാണോ വേണ്ടത്? അത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പക്വതയ്ക്കനുസരിച്ചുള്ള അതിനുള്ള മറുപടി വരും. 2014 UDI, അതായത് ഈ
14 അല്ല 11 തന്നെ മൻമോഹൻ സിംഗിന്റെ കാലത്താണ് ആധാർ കാർഡിന്റെ ഒരു ആ, പ്രവർത്തനം ബില്ലൊക്കെ അവതരിപ്പിക്കുകയും ആധാർ കാർഡ് ഒരു സിറ്റിസൺ കാർഡായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന വിധത്തിലുള്ള ഒരു നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചത്. പക്ഷേ അന്ന് അതിനെ എതിർത്തതെന്ന് പറയുന്നത് ഈ പറയുന്ന എന്താണ് BJP ആണ്. അന്ന് നരേന്ദ്രമോദി അല്ല BJPയുടെ നേതൃത്വ സ്ഥാനത്തുണ്ടായിരുന്നതെന്ന് നമ്മൾ ഓർക്കണം. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ കീഴടങ്ങി എന്ന് പരിഹാസപൂർവം രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നതിൻ്റെ അകത്തെ ഏറ്റവും വലിയ ഗുണകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടുള്ള എല്ലാവർക്കും ഇത് മനസ്സിലാകും. അതായത് നിങ്ങളുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ, ഇപ്പം പല അക്കൗണ്ട് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒറ്റ നമ്പർ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പർ ആയിരിക്കും നമ്മളുടെ ഓപ്പറേറ്റിംഗ് നമ്പർ. അതിന്റെ അർത്ഥം ഈ ബാങ്കുകൾക്ക്, എല്ലാ ബാങ്കുകൾക്കും മറ്റ് അക്കൗണ്ടിലേക്ക് ഒരു ആക്സസിബിലിറ്റി അല്ലെങ്കിൽ മറ്റ് അക്കൗണ്ടുകളിൽ പോയി പരിശോധിക്കാനുള്ള ഒരു വിൻഡോയാണ് അത് തുറന്നു കൊടുക്കുന്നത്. ഇതേ വിഷയം തന്നെ ഇപ്പോൾ ഈ പറയുന്ന ഇലക്ഷൻ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ അകത്ത് വരും. കേരളത്തിലും ബംഗാളിലും നിങ്ങൾക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഫോൺ നമ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ 6 മാസമായിട്ട് എവിടെയാണ് താമസിക്കുന്നത്, എന്തായാലും ഒരു മനുഷ്യനും കുമ്പിടിയാകാൻ പറ്റില്ല. ഒരേ സമയം 24 പർഗാനയിൽ ജീവിക്കാനും അതുപോലെ തൃശ്ശൂർ കോർപ്പറേഷനിൽ ജീവിക്കാനും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊക്കെ വളരെ ചുരുക്കം ആളുകൾക്കേ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെയുള്ളവരെ സോർട്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോഴും ഇതിൻ്റെ അകത്ത് സംഭവിക്കാൻ പോകുന്നത് ഈ പറയുന്ന ഒരു 10 വർഷത്തിനകം അല്ലെങ്കിൽ 5 വർഷത്തിനകം ഈ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലാപ്ടോപ്പിലായിരിക്കും കിട്ടാൻ പോകുന്നത്. പ്രിസൈഡിംഗ് ഓഫീസർക്ക് കൊടുക്കുന്നത് ലാപ്ടോപ്പിലായിരിക്കും. ആ ലാപ്ടോപ്പിൽ കിട്ടുന്ന വോട്ടേഴ്സ് ലിസ്റ്റില് നിങ്ങൾ ഇന്ത്യയിൽ എവിടെ വോട്ട് ചെയ്താലും സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമതൊരു വോട്ട് ചെയ്യാനായിട്ട് പറ്റാത്ത വിധം ആ വോട്ടറുടെ പേര്, അതായത് വോട്ട് ചെയ്തു എന്നുള്ള ഒരു ലെവലിലേക്ക് ഇത് വരും. അതുകൊണ്ട് ഈ രാഹുൽ ഗാന്ധിയുടെ പിന്നാലെ ഇലക്ഷൻ കമ്മീഷൻ പോകുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഇത് വളരെ പുരോഗമനപരമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ എടുത്ത ഒരു തീരുമാനമാണ്. ഒരു പക്ഷേ ഇതായിരിക്കും നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നതും. കാരണം ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ ജനസംഖ്യ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലേറ്റഡ് കണക്കാണ്. ഇത്രയും ജനസംഖ്യയില്ല, ഇത്രയും വോട്ടർമാരില്ല. ഇതിൻ്റെ അകത്ത് പല വിധത്തിലുള്ള ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ട്. ആ ഡ്യൂപ്ലിക്കേഷൻസ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്യാനും അവയെ നിയന്ത്രിക്കാനും ഈ ഫോൺ നമ്പർ, ആധാർ ലിങ്ക്ഡ് ഫോൺ നമ്പർ സഹായിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഒരു നല്ല പ്രതിപക്ഷ നേതാവാണ് എന്ന് നമുക്കിപ്പോൾ പറയേണ്ടി വരും. കാരണം അദ്ദേഹം ഒരു വിഷയം ഈ ഗവൺമെന്റിന്റെയും ഇലക്ഷൻ കമ്മീഷന്റെയും മുൻപിൽ വെക്കുകയും അതനുസരിച്ചിട്ട് വോട്ടർ പട്ടിക പുതുക്കാനുള്ള ഒരു ഇടനാഴിയിലേക്ക് അവരെ കൊണ്ടെത്തിക്കാനും കഴിഞ്ഞു. എന്തായാലും വോട്ടർ പട്ടികയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ പരിഷ്കരണം നടത്തുകയാണ്. ആധാർ നമ്പർ ലിങ്ക് ചെയ്ത അതേ നമ്പർ തന്നെ അല്ലെങ്കിൽ അതേ ആധാർ തന്നെ വോട്ടർ പട്ടികയിൽ ചേർക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴങ്ങുകയാണോ എന്ന ചോദ്യത്തിന് അശോക് സാർ സൂചിപ്പിച്ചതുപോലെ തീരുമാനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിൽ വഴങ്ങുന്നതിൽ എന്ത് തെറ്റ് എന്നൊരു മറു ചോദ്യമാണ് ഈ ചർച്ചയിൽ നിന്ന് ഉയർന്നു വന്നത്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു അശോക് സാർ.